2012 3.5 ലക്ഷം. 3.5 ലക്ഷം. ലോൺ എത്ര കിട്ടും? എത്ര കിട്ടും? 3.4 ലോൺ കിട്ടും. സ്വിഫ്റ്റ് 3.70 വില, 4 ലക്ഷം റുപ്യൻ്റെ വരെ ലോൺ കയറും. 4 വരെ ലോൺ കയറ്റി തരാം. അതെ അതെ. 2,40,000. 2,40,000 വണ്ടിന്റെ റേറ്റ്. വണ്ടിക്ക് ലോൺ എത്ര കിട്ടുന്നുണ്ടോ? 3 ലാക്ക് ബിലോ ആയിട്ട് ഒരു 2,80-85 വരെ ലോൺ ചെയ്ത് തരാം. 40 രൂപേൻ്റെ അടുത്ത് ക്യാഷ് ബാക്കിൽ ചെയ്ത് തരാം. 5-15 5.5 വരെ ഫിനാൻസിൽ കയറുന്ന വണ്ടി കേട്ടോ. 5 ലക്ഷം ലോൺ കയറുന്ന 35 രൂപ വരെ ക്യാഷ് ബാക്ക് വരുന്ന വണ്ടി. 7 സീറ്റർ. ഡീസൽ 4,90 ID ഉള്ള വണ്ടിയാണ്. 4,40 വെഹിക്കിൾ വാല്യൂ വരുന്നത്. 50 രൂപേൻ്റെ അടുത്ത് ക്യാഷ് ബാക്ക് ആയിട്ട് വരുന്ന വണ്ടിയാണ്. 18. അതേമാതിരി 16 വണ്ടി 3.60 വരെ ലോൺ ചെയ്യാൻ പറ്റും. 20,000 ലോൺ വേണ്ടവർക്ക് എക്സ്ട്രാ വേണ്ടവർക്ക് കിട്ടും. 3.40 വണ്ടി തരാം. 3.25 വരെ ലോണും ചെയ്ത് തരാം. 15 വണ്ടി. അടുത്തത് 50 രൂപ ക്യാഷ് ബാക്ക് വരുന്ന വണ്ടി. 4 ലക്ഷം രൂപയ്ക്ക് റൈറ്റ് തരാം. 5 ലക്ഷം രൂപ വരെ ലോൺ ചെയ്യാൻ പറ്റുന്ന 2018 ഗ്രാൻഡ് ഓട്ടോമാറ്റിക് വണ്ടി. ഓട്ടോമാറ്റിക് ഗ്രാൻഡ്. നെക്സ്റ്റ് വരുന്നത് 2016. ഇതൊക്കെ 3.40 വണ്ടി തരാം. 3.65-70 വരെ ലോണും ചെയ്ത് തരാം. നമസ്കാരം, ഞാൻ അബി. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ബാക്കിലുള്ള ജേഴ്സി അത്യാവശ്യം വണ്ടികളൊക്കെ കാണുന്ന നേരം, ഒരു ബോർഡൊക്കെ കാണുന്ന നേരം എല്ലാവർക്കും അറിയാം ഇപ്പോൾ എവിടെയാണെന്നുള്ളത്. അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്, ഈ ഒരു ലൊക്കേഷൻ വരുന്നത് നമ്മളെ കോഴിക്കോട് പാവങ്ങാട് ജംഗ്ഷനിൽ തന്നെ ഏഷ്യറിൻ്റെ ഷോറൂം ഉണ്ട്. അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് സെക്കൻഡ് ചോയ്സ് സ്ഥിതി ചെയ്യുന്നത്. ഈ മാസം സ്റ്റാർട്ടിങ്ങിൽ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം വണ്ടികൾ കളക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല റെസ്പോൺസ് ആയിരുന്നു വീഡിയോന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇന്ന് അതേപോലെ തന്നെ കുറച്ച് വണ്ടികൾ എക്സ്ട്രാ ഉണ്ട്. അതേപോലെ തന്നെ ഗീവ് അവേ കുറച്ച് കാര്യങ്ങളൊക്കെ കൂടെ അപ്ഡേറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് നേരെ എന്തൊക്കെയാണ് ഓഫർ, എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് വീഡിയോയിൽ കണ്ടു തന്നെ മനസ്സിലാക്കാൻ. സോ മൂവിങ് ടു ദ വീഡിയോ. ഏറ്റവും ചെറിയ വിലേൻ്റെ വണ്ടി ഏതോ? ഏറ്റവും ചെറിയ വിലേൻ്റെ വണ്ടി ഞങ്ങൾ ഗീവ് ആയിട്ട് കൊടുക്കുകയാണ്. 0 രൂപയ്ക്ക്. ഓക്കെ. ഇത് എങ്ങനെയാ എന്തൊക്കെയാന്നുള്ളത് മുന്നത്തെ വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒന്നുമില്ല, നമ്മൾ സ്ക്രീൻഷോട്ട് ഇത് ഫോളോ ചെയ്യുക. ഇത് വെള്ളയുണ്ടോ? യെസ്, ശാന്തി സഹോദരൻ. ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. ജോയ്സിന്റെയും ഓട്ടോടോക്സിന്റെയും 2 പേജ് ഫോളോ ചെയ്യുക. ഒരൊറ്റ നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് നമ്പർ ഉണ്ട്. ആ നമ്പറിലേക്ക് ഒന്ന് വാട്സാപ്പ് അയച്ചാൽ മാത്രം മതി. മെസ്സേജ് നോക്കുന്നില്ല എന്ന് പരാതി പറയരുത്. ഒരു 12,000 മെസ്സേജ് ഒന്നുമില്ലേ വന്നിട്ടുണ്ട്. നമ്മൾ അതൊന്ന് നറുക്കെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതൊന്ന് സ്ക്രോൾ ചെയ്തിട്ട് നമ്മൾ ഒരാളെ തിരഞ്ഞെടുക്കും. ലൈവായിട്ട് കാണിച്ചാൽ 100K റീച്ച് ആവും. പേജ് 100K ആവണം, എന്റെ പേജ് 50K ആവണം. എന്നാവുന്നോ അന്ന് നമ്മൾ ഈ വാട്സാപ്പിന്റെ അകത്ത് നറുക്കെടുത്ത ഒരാളെ സെലക്ട് ചെയ്യണം. അത് അടുത്തുണ്ട്, എത്താനായിട്ടുണ്ട്. അടുത്തത് ഏകദേശം എത്താനുണ്ട്. ഇപ്പൊ പൊട്ടു. നെക്സ്റ്റ് ഓൾട്ടോ 2014 ഓൾട്ടോ വരാം. 1,85,000 രൂപയ്ക്ക്. 1,85,000 ബുക്കിംഗ് കാണിച്ചു. അത് ലോൺ പ്രോസസിംഗിൽ ഉണ്ട്. അത് റെഡി LXI ആണ്. ഓൾട്ടോ 800 നിലവിലുള്ള കണ്ടീഷൻ എന്താ? വണ്ടി കുഴപ്പമൊന്നുമില്ല. ഒന്ന് ചെക്ക് ചെയ്യുക, ബോഡി കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് എടുക്കാം. കിലോമീറ്റർ എത്ര ഓടിയുണ്ടോ? കിലോമീറ്റർ 86. കമ്പനി ഹിസ്റ്ററിലുള്ള വണ്ടിയാണ്. സർവീസുള്ള വണ്ടി. ഓണർഷിപ്പ് ഏകദേശം തേർഡ് ഓണർഷിപ്പ് ഉണ്ട്. 2015 ഓട്ടോ 800 LXI 185. ലോണ് അത്ര തന്നെ ലോൺ ചെയ്തിടാം. ഫുൾ ലോൺ കിട്ടുന്നുണ്ടോ? 14 വണ്ടിയല്ലേ? കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച വണ്ടിയാണിത്. അതിൽ ചെറിയൊരു മെയിൻ്റെനൻസ് കോസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു റൈറ്റ് നമ്മൾ കസ്റ്റമർക്ക് കുറച്ച് കൊടുക്കുകയാണ്. 2016-15 ഇത് 2015 മോഡൽ LXI നമ്പറായ വണ്ടി. CNG ഇൻബിൽറ്റ് വരുന്ന വണ്ടി. CNG വരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 20-24-25 ഒക്കെ കിട്ടേണ്ടതാണ് പെട്രോൾ. മൈലേജ് കിട്ടുന്നുണ്ട്. ഫീച്ചർ സൈഡിൽ നോക്കുകയാണെങ്കിൽ AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസ് ഉണ്ടാവും. ഓക്കെ, ഇതിന് റേറ്റ് എത്രയാ? 2,75,000. നമ്മൾ കഴിഞ്ഞ വീട്ടിൽ 2,70,000 ഒക്കെ പറഞ്ഞ വണ്ടിയാണ്. നമ്മൾ ആ വർക്ക് മെയിൻ്റെനൻസ് അടക്കം കുറച്ചിട്ട് 2,40,000 രൂപയ്ക്ക് 2015 റീ രജിസ്ട്രേഷൻ വണ്ടി കൊടുക്കാം. മെയിൻ്റെനൻസ് വർക്ക് പറയുന്നത് എന്തായിരുന്നു? ഒരു മിക്സിങ്ങിന്റെ പ്ലഗും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നു തോന്നുന്നുണ്ട്. CNG വണ്ടി അതിനെ കൊണ്ട് പീരിയോഡിക് സർവീസിന്റെ കൂടെ തന്നെ പ്ലഗും അതേപോലെ തന്നെ അപ്പോൾ ആ ഒരു വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ റൈറ്റിൽ കുറച്ച് തരാം. 2,40,000 രൂപയ്ക്ക്. 30,000 കഴിഞ്ഞ് പ്ലഗിനൊക്കെ റേറ്റ് വരുന്നുണ്ടാവുമോ? 30,000 ഒന്നും പറ്റില്ല പ്ലഗിനോ? ഇല്ല, 30,000 വരില്ല. ഞാനത് ചോദിച്ചത്. അപ്പോൾ അത്രയും കുറച്ചേരം എടുക്കുന്നതൊക്കെ എന്തായാലും ആ റൈറ്റ് റൈസബിൾ ആണ്. മീൻസ് ഇതിൽ ലോൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ 2015 കേരള വണ്ടിൻ്റെ റേറ്റ് നോക്കുകയാണെങ്കിൽ 3 ലാക്ക് എബോവ് ഉണ്ട്. ചില 3.5 അടുത്ത് വരെ വരുന്നുണ്ട്.
അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഒരു 280 റേഞ്ചിൽ ലോൺ തന്നെ ചെയ്യാൻ പറ്റും. ലോൺ തന്നെ ചെയ്യാൻ പറ്റും. വണ്ടിക്ക് വില വരുന്നുള്ളൂ. 40,000 തന്നെ ഒരു വണ്ടിന് മുകളിൽ നമുക്ക് ക്യാഷ് ബാക്ക് എന്ന രീതിയിൽ പറയാൻ പറ്റും. ഇപ്പം ക്യാഷ് ബാക്ക് എന്ന് പറയുന്നേരം കുറച്ച് പേരെങ്കിലും നെഗറ്റീവ് ആയിട്ട് കാണുന്നുണ്ടാവും. നമുക്ക് ഫുൾ ലോൺ കിട്ടാൻ പ്രൊഫൈൽ ഇല്ലാത്ത ഒരാളാണെങ്കിൽ പോലും അയാൾക്ക് പോലും ഫുൾ ലോൺ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അതേപോലെ തന്നെ കുറച്ച് പേരൊക്കെ വീഡിയോ ചെയ്യുന്ന ആ കൂട്ടത്തിൽ തന്നെ ചോദിക്കാറുണ്ട്, ലൈക്ക് നമുക്ക് വണ്ടീൻ്റെ കൂടെ തന്നെ എക്സ്ട്രാ ക്യാഷ് ലോണിൽ കിട്ടും, അതായത് പ്രോസസ്സിംഗ് ഫീസ് വരില്ല. പേഴ്സണൽ ലോൺ എടുക്കുകയാണെങ്കിൽ പോലും ഇതേ ചാർജ് തന്നെ ഒരു 10-20,000 കൂടെ കിട്ടുന്ന നേരം പൈസയ്ക്ക് ആവശ്യമുള്ളവർക്ക് ഇതേ ഇൻട്രസ്റ്റ് റേറ്റ് തന്നെ ഒരു കുറച്ചും കൂടെ എമൗണ്ട് കിട്ടുന്ന പറയുന്ന നേരം അവർക്ക് വൃത്തിയാണ്. അങ്ങനെയുള്ള ആൾക്ക് വേണ്ടിയിട്ടാണ് ക്യാഷ് ബാക്ക് എന്ന് പറയുന്നത്. സാധാരണ പൈസ വേണ്ടാത്ത ആൾക്കാർ ആ ലോൺ എടുക്കണ്ട, നിങ്ങൾ വണ്ടീൻ്റെ എമൗണ്ട് മാത്രം എടുക്കുക, അതിന് മാത്രം പലിശ അടയ്ക്കുക, സിബിൽ മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ അടുത്ത് 2019 മോഡൽ സിംഗിൾ ഓൺഷിപ്പ് സാൻഡ്രോ മാഗ്ന വേരിയൻറ്റ്. കിലോമീറ്റർ 1ൻ്റെ അടുത്ത് ഓടിയിട്ടുണ്ട്. ലോണൊക്കെ ചെയ്യുന്ന ആൾക്ക് 100% ലോണ് കയറാൻ ചാൻസ് ഉള്ളൊരു വണ്ടിയാണ്. 3,55,000 നമ്മൾ ആസ്കിങ് റേറ്റ്. ഡിസംബർ ഓഫറിൽ 3,45,000 വരും. 35-ന് 2019 സാൻഡ്രോ മാഗ്ന വേരിയൻറ്റ് സിംഗിൾ ഓൺഷിപ്പ് വണ്ടി കേട്ടോ. യെസ്. നെക്സ്റ്റ് സെയിം ഇയർ തന്നെ 2019 തന്നെ സെയിം സിംഗിൾ ഓൺഷിപ്പ് തന്നെ വണ്ടി. ആകെ 82,000 കിലോമീറ്റർ ഓടിയിട്ടേ ഉള്ളൂ. ഇതും 2019 മാഗ്ന. രണ്ട് ഫുൾ ലോൺ കയറുന്ന വണ്ടിയാണ്. ഇത് 3,45,000 വരാം. നെക്സ്റ്റ് വരുന്നത് സിംഗിൾ ഓൺഷിപ്പ് തന്നെയാണ്. സ്വിഫ്റ്റ് VXi 2015 വണ്ടി. 2015 സ്വിഫ്റ്റ് VXi സിംഗിൾ ഓൺഷിപ്പാണ്. ഹിസ്റ്ററി ഉണ്ട്. കിലോമീറ്റർ 1 lakh എബോ ഓടിയിട്ടുണ്ട്. ആ ഒരു പ്രൈസ് ബെനിഫിറ്റിൽ തരാം. 380 ആണ്. 3,70,000 തരാം. 3,70,000. യെസ്. സ്കീം അല്ലേ? ലോൺ 2015 സ്വിഫ്റ്റ് VXi ലോൺ എത്ര കയറുന്നുണ്ടോ? ലോൺ 4 lakh വരെ ലോൺ ചെയ്ത് തരാം. ചില വണ്ടിൻ്റെ റേറ്റ് ഒന്ന് പുറത്ത് പ്ലാറ്റ്ഫോമിൽ ഒന്ന് കമ്പാരിസൺ നടത്തിയാൽ റേറ്റ് കിട്ടും. ലോൺ കയറും. 3,80,000 ആണ്. 3,70,000 അറ്റാക്ക് തരാം. 3,70,000 നെക്സ്റ്റ് വരുന്നത് ബലീനോ 2017 സീറ്റ. സിംഗിൾ ഓൺഷിപ്പാണ്. 80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അതെ അതെ. ഫീച്ചർ സൈഡിൽ വരുന്നേരം OE എല്ലാ വീൽസ് ഉണ്ടാവും. 4 ഡോർ പവർ വിൻഡോസ് ഉണ്ടാവും. സ്റ്റിയറിംഗ് മോട്ടർ കൺട്രോൾസ് ഉണ്ടാവും. 2 എയർ ബാഗ് ഫ്രണ്ട് തന്നെ വരുന്നുണ്ടാവും. പെട്രോൾ ഏകദേശം ഒരു 20 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. ഇത്രയൊക്കെയാണ് ബേസിക് ഫീച്ചേഴ്സ് വരുന്നുണ്ടാവുക. നമുക്ക് റേറ്റ് എത്ര? 5,45,000. 5,45,000. 2017 വണ്ടി. ഓക്കെ. സെയിം റേറ്റിൽ തന്നെ ഒരു വണ്ടി കൂടെ കാണിച്ചിട്ട്. ലോൺ എത്ര കിട്ടുന്നുണ്ടോ? ഇത് നമ്മൾ കൊടുത്തു നോക്കിയൊരു ഫയൽ ഉണ്ടായിരുന്നു. 5,000 അടുത്ത് ലോൺ കയറുന്നുണ്ട്. രണ്ടും പെട്രോൾ. ഓക്കെ. അപ്പം 40-45 ആ റേഞ്ചിൽ ഇനിഷ്യൽ പേയ്മെന്റിൽ നമുക്ക് ഇറക്കാൻ പറ്റുന്നതാണ്. 5 lakh വരെ ലോൺ ചെയ്യാൻ പറ്റും. രണ്ടും 17. ഇത് 18. ഇത് 18. സോറി 16. കിലോമീറ്റർ എത്ര? 68,000 കിലോമീറ്റർ. 60,000 കിലോമീറ്റർ. സിംഗിൾ ഓൺഷിപ്പ് ആണ്. സോറി സെക്കൻഡ് ഓൺഷിപ്പാണ്. ഡെൽറ്റ എന്നുള്ള പേരുണ്ട് കേട്ടോ. ഡെൽറ്റ ആണ്. സീറ്റേക്ക് തൊട്ട് താഴുള്ളത്. അതെ. ഇതിനെത്ര റേറ്റ് വരുന്നത്? ഇതും സെയിം റേറ്റിൽ തന്നെ കൊടുക്കുക. 5,45,000 കൊടുക്കുക. 5,45,000. യെസ്. അടുത്തത് ഹോണ്ടൻ്റെ ഒരു MS ഡീസൽ വണ്ടി വരാം. ഡീസൽ അസാധ്യ മൈലേജ് വരുന്ന വണ്ടി. 20-ന് പുറത്ത് മൈലേജ് വരുന്ന വണ്ടി. 3,50,000-ന് 2013 MS ഡീസൽ വേരിയന്റ് വരുന്നത് S ആണ്. S-ൽ അതെ. അതായത് 4 ഡോർ പവർ വിൻഡോസ് ഉണ്ടാവും. സ്റ്റിയറിംഗ് മോട്ടർ കൺട്രോൾസ് ഉണ്ടാവും. എയർ ബാഗ് വരുന്നുണ്ടാവും. പിന്നെ ഡീസലിൽ ഏകദേശം ഒരു 20-22 മൈലേജ് കിട്ടുന്നുണ്ടാവും. ഫുൾ ലോൺ കിട്ടുന്ന ഒരു വണ്ടിയാണ്. 3 ലക്ഷം രൂപയ്ക്ക് 3.5. നെക്സ്റ്റ് വരുന്നത് 2018 മോഡൽ 1.2 മാഗ്ന. ഐറ്റം ഗ്രാൻഡിൽ മാഗ്ന 1.2 സിംഗിൾ ഓൺഷിപ്പാണ്. 82,000 കിലോമീറ്റർ ഫുൾ എമൗണ്ട് ലോണിൽ ചെയ്തിടാം. 2018 വണ്ടി. വേരിയന്റ് മാഗ്ന 1.2. മാഗ്ന AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ് ഉണ്ട്. സ്റ്റിയറിംഗിൽ 2 കൺട്രോൾസ് വരുന്നുണ്ടാവും. എയർ ബാഗ് വരുന്നുണ്ടോ? മാഗ്നയിൽ ഇല്ല. എയർ ബാഗ് വരില്ല. ഇല്ല. നമുക്കൊരു 13-14 റേഞ്ചിൽ 1.2 ലിറ്റർ എഞ്ചിനിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. 15-ന് ഉള്ളിലായിട്ട്. ഓക്കെ. 4,05,000 ഫുൾ ലോണിൽ ചെയ്തിടാം. 2018 വണ്ടി. നല്ല ഡോക്യുമെന്റ്സ് പക്ക. 650-ന്റെ മേലെ സിവിൽ സ്കോറുള്ള കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ 100% ലോൺ ചെയ്തിടാം. നെക്സ്റ്റ് വരുന്നത് 2013 മോഡൽ റിറ്റ്സ് VDI. 1,00,000 ചില്ലാൻ ഓടിയിട്ടുണ്ട്. 1,21 ഓടിയിട്ടുണ്ട്.
ഹിസ്റ്ററിയുള്ള വണ്ടി. നെക്സ്റ്റ് വരുന്നത് ടൈറ്റാനിയം ഫോർഡ് ആസ്പയർ 1.1 എഞ്ചിൻ വരുന്ന സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഡീസൽ 1.5 സോറി 1.5 വരുന്ന ഡീസൽ സിംഗിൾ ഓണർഷിപ്പാണ്. 1,21,000 ഓടിയിട്ടുണ്ട്. വെഹിക്കിൾ ID വരുന്നത് 4,90,000 ആണ്. ഇത് കിലോമീറ്റർ കമ്പനി ഹിസ്റ്ററി ഉള്ള സർവീസ് ഉള്ള വണ്ടി. സിംഗിൾ ഓണർഷിപ്പ്, റീപ്ലേസ് ഇല്ല, ക്വാളിറ്റി ഉള്ള വണ്ടി. റേറ്റ് എത്ര വരുന്നത്? നമ്മളിത് നെറ്റ് 4,40,000 വരാം. 4,40,000 ഫോർഡ് ആസ്പയർ. എത്ര ലോൺ കിട്ടും? ഇതിന്റെ ID വരുന്നത് 4,90,000 ഉണ്ട്. അപ്പോൾ അതിന്റെ ഒരു 90% എന്ന് പറയുമ്പോൾ എത്ര ഒന്ന് 4.5 വരെ ലോൺ കയറിയിട്ടുണ്ട്. 4,40,000 വണ്ടിന്റെ റേറ്റ്. അപ്പോൾ ഏകദേശം ഒരു 30,000 എങ്ങനെയായാലും ക്യാഷ് ബാക്ക്. 2016 മോഡൽ. സെയിം തന്നെ അല്ലേ? സെയിം ഫുൾ ലോഡ് വണ്ടി തന്നെ. ടൈറ്റാനിയം തന്നെ. 1.1 ആസ്പയർ 1.5 ലിറ്റർ എഞ്ചിൻ വരുന്ന ഡീസൽ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഓക്കെ. ഇത് രണ്ടിനും ഏകദേശം ഒരു 18-20 മൈലേജ് ഉണ്ട്. മൈലേജ് ഉള്ള വണ്ടിയാണ്. വണ്ടി കിലോമീറ്റർ എത്രയല്ല? ഇതും ഓടി 1 lakh അപ്പോൾ ഓടിയിട്ടുണ്ട്. 1 lakh അപ്പോൾ ഓടിയിട്ടുണ്ട്. കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ആഫ്റ്റർ മാർക്കറ്റ് അലോയ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. റേറ്റ് എത്ര വരുന്നത്? റേറ്റ് 3,40,000 രൂപ. 2015 ഡീസൽ റേറ്റ് 16 വണ്ടി. 2016 വണ്ടി. ഇതിന് ലോൺ എത്ര കയറുന്നുണ്ടോ? ലോണും ഇതും 100% ലോണിൽ ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. അതിന് മുകളിൽ ട്രൈ ചെയ്തൊക്കെ നല്ല ഫയലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ ചോദിക്കുന്ന റേറ്റിൽ ചെയ്തുതരാം, ലോൺ ചെയ്തുതരാം. 2015 മോഡൽ എക്സെന്റ് സിംഗിൾ ഓണർഷിപ്പാണ്, സോറി സെക്കൻഡ് ഓണർഷിപ്പാണ്. SX ഓപ്ഷനിൽ വണ്ടി കേട്ടോ. ഡീസലാണ്. മൈലേജ് ഒന്നും നോക്കാനില്ല. സെയിം മൈലേജ് വരുന്ന 25-ന്റെ ഉള്ളിലായിട്ട് മൈലേജ് വരുന്ന വണ്ടി. 25-ന്റെ ഉള്ളിലായിട്ട് മൈലേജ് വരുന്ന വണ്ടി. 3,40,000 രൂപയ്ക്ക് നെറ്റ് ചെയ്തുതരാം. SX ഓപ്ഷനിലാണ്. ഫുൾ ലോഡ് വണ്ടി. ലോൺ എന്തായാലും ഒരു 3,75 ചെയ്തുതരാം. 100% എബോ കയറും കേട്ടോ. 3,75,000 ലോൺ കിട്ടുന്നുണ്ടോ? 3,45 30 രൂപ എക്സ്ട്രാ കയറുന്ന കാറ്റഗറിക്കുള്ള വണ്ടിയാണ്. നെക്സ്റ്റ് വരുന്നത് 2018 മോഡൽ i10 ഗ്രാൻഡിൽ ഓട്ടോമാറ്റിക്. സ്പോർട്സ് ഓട്ടോമാറ്റിക് ആണോ? മാഗ്ന ഓട്ടോമാറ്റിക് 1.2 മാഗ്ന. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ആകെ 53,000 കിലോമീറ്റർ ഓടിയിട്ടേ ഉള്ളൂ. ഇത് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുന്ന ക്യാഷ് ബാക്ക് വരുന്ന ഒരു കാറ്റഗറിയുള്ള വണ്ടിയാണ്. ഇതിൻ്റെ ഓൺ റോഡ് റൈറ്റൊക്കെ സോറി ഇതിൻ്റെ പുറത്തുള്ള റൈറ്റ് നോക്കുക. 2018 ഓട്ടോമാറ്റിക് റൈറ്റ് ഒന്ന് കമ്പാരിസൺ നടത്തുക. നമ്മളിവിടെ നെറ്റ് 4 രൂപയ്ക്ക് തരാം. ഫീച്ചേഴ്സ് ആയിട്ട് നോക്കുകയാണെങ്കിൽ AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ് ഉണ്ടോ, എയർ ബാഗ് വരുന്നുണ്ട്. അതേപോലെ തന്നെ 2 എയർ ബാഗും സ്റ്റിയറിംഗ് മോഡൽ കൺട്രോൾസും വരുന്നുണ്ടോ. മെയിനായിട്ട് വണ്ടിക്ക് ലോൺ എത്ര കിട്ടുന്ന പറഞ്ഞാൽ 4.5 5 ലക്ഷം വരെ ലോൺ കയറും. 18 ഓട്ടോമാറ്റിക്കാണ് വണ്ടി. വണ്ടിക്ക് എത്ര റേറ്റ് വരുന്നത്? 4 ലക്ഷത്തിന് വണ്ടി വരാം. 4 ലക്ഷം രൂപയ്ക്ക്. അതായത് 2018 വണ്ടി തന്നെ ഇവിടെ 4 ലക്ഷത്തിനുണ്ട്. 50,000 കൂട്ടി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്. അടുത്തത് നെക്സ്റ്റ് വരുന്നത് 2016 ആസ്റ്റ ഓപ്ഷനിലാണ്. പെട്രോളിൽ ആസ്റ്റ ഓപ്ഷനിൽ 4 സിലിണ്ടർ വരുന്ന വണ്ടി. ഫുൾ ഓപ്ഷൻ. ബാക്കി ഫീച്ചേഴ്സ് ഒരു ലോഡ് ഉണ്ടോ. ബാക്ക് തുടങ്ങുകയാണെങ്കിൽ ബാക്ക് വൈപ്പർ ഉണ്ടാവും, ഡീഫോഗർ ഉണ്ടാവും. അതേപോലെ തന്നെ ഇന്റീരിയർ സൈഡിൽ നോക്കുകയാണെങ്കിൽ AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ്, അതേപോലെ തന്നെ സ്റ്റിയറിംഗ് മോഡൽ കൺട്രോൾസ്, 2 എയർ ബാഗ്, അതേപോലെ തന്നെ OE alloy wheels വരുന്നുണ്ടാവും. ഇത്രയൊക്കെയാണ്. കിലോമീറ്റർ എത്ര ഓടിക്കുന്നു? കിലോമീറ്റർ 1 lakh അപ്പോൾ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. പെട്രോളിൽ ഇതൊക്കെ റൈറ്റ് നെറ്റ് ആക്കി തരാം. 3,40,000 2016 ആസ്റ്റ ഓപ്ഷനിൽ. 2016 ആസ്റ്റ ഓപ്ഷനിൽ 3,40,000 ലോൺ എത്ര കിട്ടും? എന്തായാലും 3,50,000 ലോൺ ചെയ്തു തരാം. 30,000. അടുത്തത് ആക്സെന്റ്, വീണ്ടും പെട്രോൾ ആക്സെന്റ് തരാം. 2014 മോഡൽ 46,000 കിലോമീറ്റർ ഓടിയ പെട്രോൾ. ഒരു ഫാമിലിക്ക് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. 46 കറക്റ്റ് ഓട്ടാണ് വണ്ടി. കമ്പനി ഹിസ്റ്ററി ഉണ്ട്. നമ്മൾ നമ്പറൊന്നും ഹൈഡ് ചെയ്യുന്നില്ല. വരുന്ന ആൾക്ക് ചെക്ക് ചെയ്തിട്ട് തന്നെ വരാം. കമ്പനിയിലെ ഹിസ്റ്ററി എടുത്തിട്ട് മാത്രം വരാം. ഇത് 46,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് എക്സെന്റ് അല്ലേ? യെസ്. പെട്രോൾ അല്ലേ ഇത്? പെട്രോൾ വേരിയന്റിൽ. ഏകദേശം ഒരു 13 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ട്. ലോൺ എസ് ആണ്. അപ്പൊ വ്യത്യാസം എന്ന് പറയുകയാണെങ്കിൽ എയർ ബാഗിൽ ഉണ്ടാവില്ല, അതേപോലെ തന്നെ alloy wheels ഉണ്ടാവില്ല, പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഉണ്ടാവില്ല. അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു വാഗ്നർ ഒക്കെ എടുക്കുന്ന ഒരു കസ്റ്റമേഴ്സിന് എടുക്കാൻ പറ്റുന്ന ഒരു സെഡാൻ വണ്ടി. 3,50,000 വരാം. 2.5 വരെ ലോൺ കയറുള്ളൂ. നെക്സ്റ്റ്
BRV 7 സീറ്റിൽ ഇപ്പോൾ ഒരുപാട് പേര് 7 സീറ്റ് എൻക്വയറി ഉള്ളതാണ്. പെട്രോൾ CRV 2017 മോഡൽ. സോറി BRV പെട്രോൾ നോർമലി ഏകദേശം ഒരു 13 റേഞ്ചിലൊക്കെയാണ് മൈലേജ് വരിക. 7 സീറ്റ് ആണ്, സിംഗിൾ ഓണർഷിപ്പ് വണ്ടി, 73,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അപ്പോൾ CNG ഒക്കെ ചെയ്തിട്ട് ടാക്സി ഒക്കെ അപ്പോൾ ഫീച്ചർ സൈഡിലേക്ക് എസ് എന്നുള്ള പേരിൽ നോക്കുകയാണെങ്കിൽ 4 ഡോർ പവർ വിൻഡോസ് ഉണ്ടാവും, AC പവർ സ്റ്റിയറിംഗ്, അതുപോലെ തന്നെ സ്റ്റിയറിംഗ് മോട്ടർ കൺട്രോൾസ് ഉണ്ടാവും, എയർ ബാഗ് ഫ്രണ്ടിൽ 2 ഉണ്ടാവും, റിയർ AC വെന്റ്സ് വരുന്നുണ്ട്, അത്യാവശ്യം സീറ്റിംഗ് സ്പേസ് വരുന്നുണ്ട്, വലിയൊരു ടൈറ്റ് അല്ല. സിംഗിൾ ഓണർഷിപ്പ് നമുക്ക് ടാക്സി പെർമിറ്റിൽ ടാക്സിലൊക്കെ ഇറക്കാൻ പറ്റും, യൂബർ ടാക്സി ഒക്കെ ആയിട്ട് ഓടിക്കാൻ പറ്റുന്ന ഇതിലേക്ക് മാറ്റാൻ പറ്റും. ഇതിന്റെ റൈറ്റ് നോക്കുക. നമ്മളിവിടെ CNG ഇല്ല, CNG ചെയ്യാൻ പറ്റും, ഇതിൽ ചെയ്യാൻ പറ്റും, നിലവിലില്ല. റൈറ്റ് 5,15,000 രൂപയ്ക്ക് വരാം. 17 മോഡൽ. ആരെങ്കിലും ഈ റൈറ്റിൽ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം. ലോണ് മാക്സിമം ചെയ്യാനും പറ്റും, ഒരു 4,45,000 ലോണും ചെയ്യാൻ പറ്റും. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. നെക്സ്റ്റ് വരുന്നത് ഓൾട്ടോ K10 മാനുവൽ റൈറ്റിൽ 2 ഓട്ടോമാറ്റിക് തരാം. 2 ഓട്ടോമാറ്റിക് ഞങ്ങൾ മാനുവൽ റൈറ്റിൽ തരാം. 2017 K10 VXi എത്ര കൊടുക്കും നിങ്ങൾ? മാനുവൽ എത്ര കൊടുക്കും? 2017 K10 VXiൻ്റെ റൈറ്റ് ഒന്ന് പറയും. നിങ്ങൾ പല യാർഡിലും പോയി വീഡിയോ എടുക്കുന്ന ആളല്ലേ, എത്രക്ക് വരും മാനുവൽ റേറ്റ്? 3,60,000 3,500 തന്നെ ഞാൻ തരാം. 3,500 ഞാൻ തരാം. ഈ വീഡിയോയിൽ 3.5 ലക്ഷം രൂപയ്ക്ക് ആരം വരുന്നുണ്ട്, ഞാൻ തരാം. 3.5 ലക്ഷം രൂപയ്ക്ക് മാനുവൽ അല്ല, K10 ഓട്ടോമാറ്റിക് തരാം. വെല്ലുവിളി 58,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. റീപ്ലേസ് മേജർ പരിക്കും കാര്യങ്ങളൊന്നുമില്ല. AMT എന്നുള്ള ട്രാൻസ്മിഷൻ ആയിരിക്കും വരുന്നുണ്ടാവുക. K10 VXi എന്നുള്ള ഓപ്ഷനാണ്. പെട്രോൾ ഏകദേശം ഒരു 13 K10 നമ്മളെ മാനുവലിനെ കാട്ടി ഒരു 2 കിലോമീറ്റർ കുറയും, അത്രയേ ഉള്ളൂ. അപ്പോൾ മാനുവലിൽ 2013 i20 മാഗ്ന ഓപ്ഷനിൽ കേട്ടോ, ഡീസൽ വണ്ടിയാണ്, 3rd ഓണർഷിപ്പ്, 1 lakh അപ്പോൾ ഓടിയിട്ടുണ്ട്. 2,95,000 വരാം. 2013 മോഡല് മാഗ്ന ഡീസൽ, 3rd ഓണർഷിപ്പ് വണ്ടി, 1 lakh കിലോമീറ്റർ. ഫീച്ചർ സൈഡിൽ നോക്കുകയാണെങ്കിൽ AC പവർ സ്റ്റിയറിംഗ് ഉണ്ടാവും, അതേപോലെ തന്നെ 4 ഡോർ പവർ വിൻഡോസ് ഉണ്ടാവും, സ്റ്റിയറിംഗ് കൺട്രോൾസ് ഉണ്ടാവില്ല, അതേപോലെ തന്നെ എയർ ബാഗ് ഉണ്ടാവില്ല. ഇന്ത്യയിൽ അത്യാവശ്യം നന്നായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് അതേ റൈറ്റിൽ തന്നെ 2013 i20 മാഗ്ന വീണ്ടും 2nd ഓണർഷിപ്പ് തരാം. 2,95,000 സെയിം പ്രൈസ്. ആ ഇത് 2 i20 ലോൺ എത്ര കയറുന്നുണ്ട്? ലോണ് 275 നല്ല ഫയലൊക്കെ ആണെങ്കിൽ 100% കയറാൻ ചാൻസ് ഉള്ളൊരു വണ്ടിയാണ്. 100% ലോൺ കയറുന്ന 2017 മോഡൽ i20 സ്പോർട്സ് പെട്രോൾ ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. പെട്രോളില് സ്പോർട്സ് വേരിയന്റ്. മുന്നേ കാണിച്ച 2 ഡീസലാണ്, ഇത് പെട്രോൾ ആണ്. അതിന് ഏകദേശം ഒരു 18-20 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നതിന് ഇതിന് ഏകദേശം ഒരു 13 റേഞ്ചിൽ 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനിൽ നമുക്ക് മൈലേജ് കിട്ടുന്നുണ്ട്. സ്പോർട്സിൽ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ്, സ്റ്റിയറിംഗ് മോട്ടർ കൺട്രോൾസ്, എയർ ബാഗ്സ് ഇത്രയൊക്കെ തന്നെ മെയിനായിട്ട് വരുന്നുണ്ടാവുക. OE എല്ലാ വീൽസ് വരില്ല, 17 സ്പോർട്സിൽ വരില്ല. 4,60,000 കൊടുക്കും. 4,60,000 100% ലോണ് ഫുൾ ലോണ് കയറുന്ന 16 മുകളിൽ കയറും. ഇല്ലല്ലോ, എന്തായാലും 3/4 കയറണ്ടേ, നല്ല ഫയലൊക്കെയാണ്. 4.25 വരെ കയറണ്ടേ. നെക്സ്റ്റ് വരുന്നത് 2013 മോഡൽ SX ഓപ്ഷണൽ വണ്ടി. വെർണ SX ഓപ്ഷനിൽ പെട്രോൾ ആണ് കേട്ടോ. 13 SX ഓപ്ഷനിൽ ഫുൾ ഓട് വണ്ടി. സ്റ്റിയറിംഗ് മോട്ടർ കൺട്രോൾസ്, 2 എയർ ബാഗ്, ഇതെല്ലാം ഫീച്ചേഴ്സും വരുന്നുണ്ടാവും. OE അലോയ് വീൽസ് ഉൾപ്പെടെ വരുന്നുണ്ടാവും. ഡീസലിൽ ഒരു 18 ഒക്കെ എന്തായാലും മൈലേജ് കിട്ടില്ല. വെർണക്ക് ഡീസൽ നല്ല മൈലേജ് ഉണ്ട്. ഇത് പെട്രോളാണോ? പെട്രോൾ മൈലേജ് എത്ര ഉണ്ട്? 15 താഴെ ഉണ്ടോ? 15 താഴെ. ഓക്കെ. അതിന് റേറ്റ്? ഇത് റേറ്റ് 3.5 ലക്ഷം. ലോണ് 100 ഫുൾ ലോണിന്റെ മേലെ കയറാൻ ചാൻസ് ഉള്ള വണ്ടി കേട്ടോ. എത്ര കയറും ഏകദേശം? എന്തായാലും ഒരു 3.25 ലോൺ ചെയ്ത് തരാം. 3.25 ലോൺ കിട്ടും. യെസ്. 2012 മോഡല് ഹുണ്ടായിൻ്റെ വെർണ ഡീസൽ തരാം. വെർണ
വെർണ ഡീസൽ വേരിയന്റ് ഏതാ? SX ഓപ്ഷൻ അല്ലല്ലോ? അല്ല SX. ഇത് എല്ലോയ്ക്ക് വരുമോ? ഓ വീഡിയോ എടുക്കുന്ന വകയിൽ രക്ഷയില്ലാത്ത എല്ലോയാണ്. ഡീസലാണ്, മൈലേജ് ഉണ്ടാവും. അതും നമ്മൾ നേരത്തെ പറഞ്ഞ പെട്രോളിന് അതേ റേറ്റിൽ ഡീസൽ തരാം. 2012 മോഡൽ ഡീസൽ 3.5 ലക്ഷം രൂപയ്ക്ക് തരാം. യെസ്. അല്ലെങ്കിൽ നിങ്ങൾ എടുത്തോളി, വാങ്ങിയ ആളോട് നിങ്ങൾ വാങ്ങിക്കോളൂ. ഓക്കെ, ആഫ്റ്റർ മാർക്കറ്റ് എല്ലോയ്സ് ആണ് SX ഓപ്ഷനിൽ വരുന്നത്. കമ്പനി എല്ലോയ്സ് മാറ്റിയിട്ടുണ്ട്, പക്ഷേ അത്യാവശ്യം നല്ല അടിപൊളി ഫിനിഷിംഗ് എല്ലോയ്സ് തന്നെയാണ്. 3.5 ലക്ഷം തന്നെ. 3.5 ലക്ഷം രൂപ. കമ്പനീസിലുള്ള വണ്ടിയാണ് നോക്കുക, സർവീസുള്ള വണ്ടിയാണ്. കമ്പനീസിലുള്ള വണ്ടിയാണ്. ലോൺ എത്ര വരുന്നുണ്ടോ? ലോൺ എന്തായാലും ഇതിനൊരു 3.25 അടുത്ത് കയറണ്ടേ, 2012 വരണല്ലേ. എന്തായാലും ഒരു ഫുൾ ലോൺ അബവ് ലോൺ കയറി തരാം. 3.25 ലോൺ കിട്ടും. ലോൺ കയറും. വണ്ടിക്ക് റേറ്റ് വരുന്നത് 3.5 കയറാം. അപ്പോൾ അതായത് 25 അത്യാവശ്യം പ്രൊഫൈലുള്ള ആളാണെങ്കിൽ അയാൾക്ക് 3.5 തന്നെ ലോൺ കിട്ടും. അതെ. നെക്സ്റ്റ് 2010 മോഡൽ വാഗ്നർ VXI. തേർഡ് ഓണർഷിപ്പ് 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2,20,000 തരാം. 2010 വാഗ്നർ VXI ആണ്. കിലോമീറ്റർ കുറവാണ് കേട്ടോ. കിലോമീറ്റർ 60,000 കിലോമീറ്റർ. ഫീച്ചേഴ്സ് ആയിട്ട് നോക്കുകയാണെങ്കിൽ AC പോർഷനും ഫോർ വിൻഡോസ് വരുന്നുണ്ട്. മുൻപിട്ട് സ്റ്റീരിയോയും കൂടെ ഉണ്ടാവും. അത്യാവശ്യം നീറ്റ് ഇന്റീരിയർ. അടുത്തത് 2020 മോഡൽ, ന്യൂ മോഡൽ, ലാസ്റ്റ് വന്ന മോഡൽ വാഗ്നർ VXI, സിംഗിൾ ഓണർഷിപ്പ്. ആകെ 32,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 4,99,000 തരാം. ലോണ് 4.60 വരെ ലോണും ചെയ്തു തരാം. വാഗണർ ന്യൂ ഷേപ്പ്. ഇത് 1 ലിറ്റർ ആണോ 1.2 ലിറ്റർ ആണോ? 1 ലിറ്റർ. ഇത് 1 ലിറ്റർ 1 ലിറ്റർ 2020 1 ലിറ്റർ എഞ്ചിൻ. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു 18 റേഞ്ചിൽ തന്നെ മൈലേജ് കിട്ടുന്നുണ്ടാവും K സീരീസ് എഞ്ചിനിൽ. ഫീച്ചേഴ്സ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഫുൾ ഡോർ പവർ വിൻഡോസ് ഉണ്ടാവും. അതേപോലെ തന്നെ ഡ്രൈവർ സൈഡിൽ ഒരു എയർ ബാഗും വരുന്നുണ്ടാവും. ഫുൾ ഡോർ പവർ വിൻഡോസിൻ്റെ കൂടെ തന്നെ. ഇത് LSI അല്ലേ? VXI ആ KL 57 രജിസ്ട്രേഷൻ. സിംഗിൾ ഓണർഷിപ്പ് 4,99. ഓക്കെ, നെക്സ്റ്റ് കമ്പനി വാറന്റി ലോൺ 4.60 വരെ ലോൺ കിട്ടും. അടുത്തത് 2021 മോഡൽ ZXI ഫുൾ ലോഡ് വണ്ടി. കമ്പനി വാറന്റിയിൽ വരുന്ന വണ്ടി കേട്ടോ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി, നീറ്റ് ആൻഡ് ക്ലീൻ. സിംഗിൾ ഓണർഷിപ്പ് അല്ലേ? അതെ. കിലോമീറ്റർ 65,000 കിലോമീറ്റർ ഓടിയ. ഇത് 5,99 തരാം. 5,99. യെസ്. പുതിയ എടുക്കുന്ന ആൾക്ക് വാറന്റി ഉള്ളൊരു വണ്ടി. എക്സ്റ്റൻഡ് വാറന്റി ഉള്ള വണ്ടി അല്ലേ? ഫുൾ ഓപ്ഷൻ അതിനെക്കൊണ്ട് തന്നെ സ്റ്റിയറിംഗ് മോട്ടോർ കൺട്രോൾസ് ഉണ്ടാവും. അതേപോലെ തന്നെ 2 എയർ ബാഗ് ഉണ്ടാവില്ല, 2 എയർ ബാഗ് ഉണ്ടാവും. സോറി, 1.2 ആണ്. 1.2 ലിറ്ററിലാണ് ZXI വരുന്നത്. അപ്പം ഇവിടെ അതുകൊണ്ട് തന്നെ നമുക്ക് alloy wheels ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഇതിന് ലോൺ എത്ര കിട്ടുന്നുണ്ടോ നമുക്ക്? ഇതിനും മാക്സിമം 90-95% വരെ ചെയ്തുതരാം. മാക്സിമം ലോൺ കിട്ടുന്നുണ്ട്. അതായത് ഏകദേശം ഒരു 13 റേഞ്ച് തന്നെ മൈലേജ് കിട്ടും. 15-നുള്ളിലായിട്ട് മൈലേജ്. 15-നുള്ളിൽ 1.2 ലിറ്ററിൽ മൈലേജ് അത്യാവശ്യം പവറുള്ള വണ്ടിയാണ്. നമുക്ക് എത്രയല്ലേ സ്റ്റോക്ക് ഉള്ളൂ? ഇക്കോസ്പോർട്ട് 2013 ഇക്കോസ്പോർട്ട് 13. വേരിയന്റ് ഏതാ വരുന്നത്? 2014. സോറി, 2014 ട്രെൻഡ് ആണ് വേരിയന്റ് വരുന്നത്. ട്രെൻഡ് ലൈൻ ആണ്. അതെ. AC പവർ സ്റ്റിയറിംഗ്, ഒരു പവർ വിൻഡോസ് ആയിരിക്കും ഫീച്ചർ ആയിട്ട് നമുക്ക് ട്രെൻഡ് ലൈനിൽ വരുന്നുണ്ടാവുക. അത്യാവശ്യം എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. സീറ്റ് മുന്നിട്ടോ, ഞാൻ വിചാരിച്ചു മറ്റേ മോഡിഫിക്കേഷൻ ആയിട്ടൊന്ന് സീറ്റ് മുന്നിട്ടോ. ഏകദേശം ഒരു 18-20 റേഞ്ചിൽ 1.5 ലിറ്റർ എഞ്ചിനിൽ നമുക്ക് മൈലേജ് കിട്ടുന്നുണ്ടാവും. അതേപോലെ തന്നെ വണ്ടിക്ക് റേറ്റ് തരാം നോക്കാം. ഇത് 3,99 എടുക്കും. 3,99,000 രൂപയ്ക്ക് 2014 മോഡൽ ഇക്കോസ്പോർട്ട് ഡീസൽ ട്രെൻഡ്. ലോൺ എത്ര കിട്ടുന്നുണ്ടോ? ലോൺ എന്തായാലും ഫണ്ടിൽ കുറവായിരിക്കും. ഇത് 3.25 എന്തായാലും ലോൺ കയറും. നമ്മളിത് വീഡിയോ സെക്കൻഡ് ചോയ്സിലുള്ള ഏറ്റവും ലേറ്റസ്റ്റ് സ്റ്റോക്ക് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഡിസംബർ ഇയർ എൻഡിങ്ങിൻ്റെ സെയിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മാക്സിമം റേറ്റ് കുറച്ചിട്ടുള്ള റേറ്റ്സ് ആണ്. അതേപോലെ തന്നെ ഓഫേഴ്സും കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. ഗീവ് അവേ കാർ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഇനിയും ഒട്ടനവധി ഓഫർ വരാണ്ടെന്നാണ് മോമോക്ക പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള വണ്ടികളെ കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ അറിയാനായിട്ട് നേരെ താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അതേപോലെ തന്നെ ഇതേപോലത്തുള്ള വീഡിയോസ് അടിപൊളിയായിട്ട് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനത് വീഡിയോസ് എല്ലാം തന്നെ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. നിങ്ങൾക്ക് ഇവരെ വിളിച്ചിട്ട് എങ്ങാനും കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഇവരെ തീർച്ചയായിട്ടും വാട്സാപ്പിലും കൂടെ ഇതേ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. ഗീവ് അവേൻ്റെ നമ്പർ ആദ്യം തന്നെ വീഡിയോന് താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്താൽ ഞങ്ങൾക്ക് വണ്ടിയുടെ ഡീറ്റെയിൽസ് കിട്ടില്ല. നേരെ താഴെ നമ്പറിൽ മാത്രമേ കിട്ടുന്നുണ്ടാവുള്ളൂ. ഇത്രയൊക്കെയാണ് നമ്മൾ വീഡിയോ എന്നത് പറയാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നേരെ നമ്മൾ വീഡിയോ റാപ്പ് ചെയ്യണം. മറ്റൊരു വീഡിയോ കാണുമ്പോൾ അബി സൈനിങ് ഓഫ്. അഡിയോസ്.